एक मिनट അപ്പൊ ഗൈസ് നിങ്ങളെ കഴിഞ്ഞ വീഡിയോ കണ്ട പോലെ തന്നെ ഞാൻ നേരെ പുറത്തിറങ്ങി ഒരു ഓട്ടോ എടുത്ത് ഞാൻ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ കാണുന്ന AMC കോളേജിലോട്ടാണ് കേട്ടോ. ഇത് ഏക്കറുകൾ പറഞ്ഞു നടക്കുന്ന ഒരു വലിയ എഞ്ചിനീയറിംഗ് കോളേജാണ് കേട്ടോ. ഇവിടെ എന്താണ് പരിപാടി എന്നല്ലേ, ജസ്റ്റ് ഒരു എക്സാം എഴുതാൻ വേണ്ടി മാത്രം വന്നതാണ് കേട്ടോ. ഈ കോളേജ് വൺ സെറ്റപ്പ് ആണ് കേട്ടോ. ഞാൻ ഈ കോളേജ് മൊത്തം ഒന്ന് കറങ്ങി കണ്ടിട്ടോ. ഇതുപോലത്തെ വിഷയം ഇവിടെ എല്ലായിടത്തും ഉണ്ട് കേട്ടോ. ഇവിടെ വലിയൊരു ക്രിക്കറ്റ് സ്റ്റേഡിയം ഉണ്ട്. ഇവിടെ നിന്ന് കമ്പനിക്ക് 2 ചെക്കന്മാർ കിട്ടിയോണ്ട് കോളേജ് മൊത്തം ഒന്ന് കറങ്ങി കണ്ടിട്ടു. ഇതാണെങ്കിലും കണ്ടിട്ട് തീരണില്ല കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഗ്രൗണ്ട്. ഇതിനുശേഷം എനിക്ക് കൂടുതൽ വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. പിന്നീട് ഞങ്ങൾ പോണ സമയത്താണ് ഞങ്ങൾ ഈ ബസ് കയറുന്നത്. എന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു മലയാളി പയ്യനെ കണ്ടക്ടർ നല്ല രീതിക്ക് അടിച്ചു. അത് ചോദിച്ച് ഞങ്ങൾക്ക് നേരെ ആയിട്ടോ അവര് അത് ചോദ്യം ചെയ്ത് ഞങ്ങളെ നേരെ ബസ്സിൽ നിന്ന് പുറത്തിറക്കി വിട്ടു. ഞങ്ങളെ ഇറക്കി വിട്ട് പോകുന്ന കാഴ്ചയുണ്ടോ നിങ്ങൾ ഈ കാണാം. ആ വിഷ്വൽ മൊത്തം കണ്ടോളൂ. ആ മുഴുവൻ വീഡിയോ ഞങ്ങൾക്ക് എടുക്കാൻ വേണ്ടി പറ്റിയില്ല കേട്ടോ. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ബസ്സിന്റെ നമ്പർ, ഒന്ന് നോക്കി വെച്ചോളൂ. പിന്നെ അവിടുന്ന് 1 മണിക്കൂറിന് ശേഷമാണ് ഞങ്ങൾക്ക് അടുത്ത ബസ് കിട്ടി. അതായത് രാത്രി ഒരു 8 മണിയായി കാണും. അപ്പോഴാണെങ്കിലോ മുടിഞ്ഞ ബ്ലോക്ക്. ആ ബ്ലോക്ക് കാരണം നാട്ടിലേക്ക് അടുത്ത ട്രെയിൻ മിസ് ആയിട്ടോ. അതുകൊണ്ട് ഞാൻ നാട്ടിലേക്ക് പെട്ടെന്ന് ഒരു ബസ് ബുക്ക് ചെയ്തിട്ടോ. വീക്കെൻഡ് ആയതുകൊണ്ട് AC-ക്ക് 1500-2000 ഒക്കെയാണ് കേട്ടോ. ബട്ട് ഞാനടുത്ത് നോൺ AC ആണ് കേട്ടോ. ഡെക്കിൽ വിൻഡോ സീറ്റ് ആണ് കേട്ടോ ഞാൻ ബുക്ക് ചെയ്തത്. 600 രൂപയാണ് കേട്ടോ ടിക്കറ്റ് ചാർജ് വരുന്നത്. വിൻഡോ സീറ്റ് ആയതുകൊണ്ടും ഡെക്ക് ആയതുകൊണ്ടും അവിടെ കിടന്നുകൊണ്ട് പുറത്തുള്ള കാഴ്ച കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് ഞാനൊന്ന് ഉറങ്ങി എണീറ്റപ്പോഴത്തേക്ക് രാവിലെ ആയിട്ടോ. കോഴിക്കോട് എത്താൻ വേണ്ടി 70 കിലോമീറ്റർ ബാക്കിയുണ്ട്. കോഴിക്കോട് ഇറങ്ങി ഞാൻ നേരെ പോയത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് കേട്ടോ. അവിടെ പോയി ഞാൻ നേരെ ഹെൽമെറ്റ് വാങ്ങാൻ വേണ്ടി പോയി. അങ്ങനെ ഞാൻ ഈ കാണുന്ന ബില്ല് ആളുടെ കൈ കൊടുത്തിട്ടോ. ആളെ ബില്ല് നമ്പറൊക്കെ നോക്കിയിട്ട് എനിക്ക് ഹെൽമെറ്റ് എടുത്ത് തന്നിട്ടോ. അങ്ങനെ ഞാൻ അതും വാങ്ങി നേരെ നമ്മുടെ വണ്ടീന്റെ അടുത്തോട്ട് പോയിട്ടോ. നമ്മൾ വെച്ചിട്ട് പോയ പൊസിഷനിലല്ലായിരുന്നു കേട്ടോ നമ്മളെ വണ്ടി ഉണ്ടായിരുന്നത്. ഞാൻ വണ്ടി മൊത്തത്തിലൊന്ന് നോക്കിട്ടോ, പക്ഷെ കുഴപ്പങ്ങളൊന്നും ഇല്ല കേട്ടോ. ഞാൻ അവിടെ നിന്ന് വണ്ടി എടുത്ത് നേരെ പോയത് നമ്മളെ മുട്ടായി തെരുവിലുള്ള സൺഡേ മാർക്കറ്റിലോട്ടാണ് കേട്ടോ. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഈ ക്യാമറ കറൻസി അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ കണ്ടു കേട്ടോ. അപ്പൊ ശരി, ഇനി അടുത്ത വീഡിയോ കാണാം കേട്ടോ. ബൈ.